ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കൊണ്ടാട്ടം ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും, അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടും, പിന്നെ 1 സ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ശേഷം 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഫൈനലി ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ ഒരു പുറം മുറിഞ്ഞു വരുമ്പോൾ അടുത്ത പുറം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തൊന്ന് മാറ്റിയ ഓയിലിലോട്ട് തന്നെ 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വാടട്ടെ. ശേഷം അതിലോട്ട് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കുറച്ച് ഉപ്പും ചേർത്താണ് അരച്ചെടുത്തത്. ഇനി പൊടികളായിട്ട് ആദ്യം 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചില്ലി ഫ്ലേക്സ് ആണ്. 1 സ്പൂൺ നിറയെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഫൈനലി 3-4 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതില്ലാത്തവരാണെങ്കിൽ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കിയാൽ മതി. അപ്പോൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ പീസിലും മസാല കോട്ടായിട്ട് വരണം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഒന്ന് സ്പെഷ്യൽ ഫുഡാണ്. നെയ്ച്ചോറും പരിപ്പ് കറിയും പിന്നെ ആ ചിക്കൻ ചില്ലി പെരട്ടും. ഇത് ഞാൻ തന്നെ ഇട്ട പേരാണ് കേട്ടോ. പപ്പടവും മാങ്ങ അച്ചാറും ഉണ്ട്. എന്നാൽ കഴിക്കാമല്ലേ. അപ്പോൾ പരിപ്പ് കറി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ആ ചിക്കൻ്റെ പീസ് മസാലയോട് കൂടി എടുത്ത് വെച്ച് അതും ഒന്ന് കൂട്ടി കുഴച്ച് ഒരു പപ്പടവും പൊടിച്ച് കുറച്ച് മാങ്ങച്ചാറും മിക്സ് ചെയ്തിട്ട് പോരാത്ത പരിപ്പ് കറിയും കൂട്ടി നന്നായി ഒന്ന് കുഴച്ചെടുത്ത് കഴിച്ചു. വാവ്, അസാധ്യമാണ് ഗൈസ്. അപ്പോൾ നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.